നമസ്കാരം. ഈ കൈവിട്ട ആയുധവും വാവിട്ട വാക്കൊന്നും PC ജോർജിന് ബാധകമല്ല എന്നുള്ള ഒരു മനോഭാവമാണ് അദ്ദേഹത്തിന് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിവാദം ഒന്ന് തണുത്തു വരുമ്പോഴേക്കും അടുത്തത് ഒരു ദിവസം പോലും ഗ്യാപ്പില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോഴാ അടുത്തൊരു വിവാദ പ്രസ്താവനയുമായി അദ്ദേഹം വരികയാണ്. ഏകദേശം 400ഓളം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിപ്പോ കേസെടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അല്ലേ? അതില് PC 400-ലധികം പെൺകുട്ടികളെ നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടു എന്നല്ല പറയുന്നത്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400-ലധികം പെൺകുട്ടികളെ നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. അതാണ് സംഗതി കൂടുതൽ വിവാദമായി മാറിയെന്നാണ് മനസ്സിലാക്കാൻ. ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുമ്പോൾ നർക്കോട്ടിക് ജിഹാദ് എന്നുള്ള ഒരു പദം നമ്മൾ നേരത്തെ കേട്ടതാണ്. പാംപ്ലാനി പിതാവ് പറഞ്ഞ ഒരു പദം. അപ്പൊ അന്ന് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത് അന്ന് വലിയ വിഷയമായപ്പോൾ പള്ളിക്ക് പുറത്ത് പിന്തുണ കൊടുത്തുകൊണ്ട് ആദ്യം എത്തിയത് PC ജോർജ് ആയിരുന്നു. PC ജോർജും കാസയടക്കമുള്ള ചില സംഘടനകളും BJP ഒക്കെ അതിനെ ഏറ്റെടുത്ത് രംഗത്ത് വന്നിരുന്നു. ലവ് ജിഹാദിനും നർക്കോട്ടിക് ജിഹാദിനും അടുത്ത ബന്ധമാണ്. അതായത് പേര് സമാനമാണെന്ന് മാത്രമല്ല, ജിഹാദ് എന്നുള്ള ഒരു പദം മാത്രമല്ല, അതിൽ മറ്റു ചില ബന്ധങ്ങൾ കൂടി ഉണ്ടെന്നാണ് PCയും അതുപോലെ സമാനമായി ഈ ആരോപണം ഉന്നയിച്ചു വരുന്ന ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഒരു വിഭാഗവും പറയുന്നത്. അതിൽ പല മാനങ്ങളുണ്ട്. ഇപ്പോൾ ലവ് ജിഹാദിനെ കുറിച്ചുള്ള ആരോപണം നേരത്തെ പല നേതാക്കന്മാരും ഉയർത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും PC-യെ പോലെ ഇത്ര കടുകട്ടി വാക്കിൽ പറഞ്ഞിട്ടുള്ള ആരും തന്നെ കാണത്തില്ല. അന്ന് PC പറഞ്ഞ കാര്യം, അതിലിപ്പോ പ്രധാന ചോദ്യം PC-യെ വീണ്ടും പിടിച്ച് അകത്തിടൂ എന്നുള്ളതാണ്. അതിലൊരു ഉത്തരവും കിട്ടിയിട്ടുണ്ട്. പോലീസ് കേസ് എടുക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചത്. അതിനും കൃത്യമായ കാരണമുണ്ട്. PC അന്ന് പറഞ്ഞത് മീനച്ചിൽ താലൂക്കില് ഏകദേശം 400-ലധികം പെൺകുട്ടികളെ നമുക്ക് നഷ്ടമായി. 41ഓളം പെൺകുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാനായി സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ എവിടെയെന്ന് അറിയത്തില്ല, ചിലർ വേറെ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ PC പറഞ്ഞൊരു കാര്യം, ക്രിസ്തീയ സമൂഹത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്, ഹിന്ദു പെൺകുട്ടികൾക്കിടയിലും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത്. പക്ഷെ എന്തുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെ, PC പറഞ്ഞ വാക്ക് അതേപോലെ ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമല്ല, മോശപ്പെട്ട രീതിയിൽ പോകുന്നില്ല. ഇതാണ് PC പറഞ്ഞത്. അങ്ങനെ ഒരു കമ്പാരിസൺ ആണ് നടത്തിയത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമെങ്കിൽ, അതായത് ക്രൈസ്തവർക്ക് വേണ്ടി PC സംസാരിക്കുകയാണ്, എല്ലാ ക്രൈസ്തവർക്കും ഉള്ള ഒരു വക്കാലത്ത് ഏറ്റെടുത്ത് സംസാരിക്കുന്ന പോലെയാണ്. സഹായം വേണമെങ്കിൽ ഹൈന്ദവ സഹോദരന്മാരെ നമ്മളോടൊപ്പം നിൽക്കും എന്നൊക്കെയാണ് PC ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായ ഒരു വിഷയം ഇതാണ്, ഈ 400 പെൺകുട്ടികൾ. അതിന്റെ തെളിവ് സമർപ്പിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത ദിവസം മുതൽ ഒരു പറ്റം മാധ്യമപ്രവർത്തകർക്കിടയിലും രണ്ട് പക്ഷമുണ്ടല്ലോ. അപ്പോൾ ഇതിൽ PC തെളിവ് സമർപ്പിക്കണം, എന്തും കയറി പറയാമെന്നുള്ള ഒരു ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ PC അനുകൂലിച്ചുകൊണ്ട് മകൻ ഷോൺ ജോർജ് രംഗത്ത് വന്നിട്ടുണ്ട്. 400-അല്ല 4000-ലധികം വിഷയങ്ങളുണ്ടെന്നാണ് ഷോണ് പറയുന്നത്. അത് ബന്ധപ്പെട്ടവർ അധികാരികൾ ചോദിച്ചാൽ അതിനുള്ള തെളിവ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ ചുമ്മാ വിളിച്ചു പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. PC ഇത് ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ പ്രസംഗമാണ്, അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ജനുവരി 6-ാം തീയതിയാണെന്ന് തോന്നുന്നു PC ജോർജ് ജനം TV-യിൽ ഒരു ചാനൽ ചർച്ചയിലോ മറ്റോ ആണ് മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയത്. പാകിസ്ഥാനിലേക്ക് പോകണം എന്നുള്ള രീതിയിലൊക്കെ വരുന്ന രീതിയിലുള്ള ചർച്ച നടത്തിയത്. അത് ഭയങ്കര വിഷയമായി, മതവിദ്വേഷം, മതസ്പർദ്ധ പടർത്തുന്ന രീതിയിലായിരുന്നു. അത് കേസെടുക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ടായിരുന്നു. PC പരസ്യമായി മാപ്പ് പറഞ്ഞിട്ടും അതിലൊരു കാര്യവുമില്ല. പല തവണയായി ജാമ്യത്തിന്റെ ആനുകൂല്യം പറ്റിയിട്ട് പോലും ഇതിനു മുൻപും PC ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. എന്നിട്ടും അത് വീണ്ടും ആവർത്തിക്കുന്നത് ഒരിക്കലും ബാലിശമായി കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഈ 10-40 വർഷത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ PC പോലുള്ള ആര്. അതിൽ ഒരു വലിയ സന്ദേശമായിരുന്നു അന്ന് ഹൈക്കോടതി കൊടുത്തത്. ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടിയിരുന്നില്ല, പിന്നീട് റിമാൻഡ് ചെയ്തു. അതിനുശേഷമാണ് ജാമ്യത്തിനുള്ള അനുമതി കിട്ടിയത്. എന്നിട്ടും ആശുപത്രിയിലായിരുന്നു PC, ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ചൂണ്ടിക്കാട്ടി. പുറത്തിറങ്ങി ഒരാഴ്ച തീരുന്നതിന് മുമ്പാണ് വീണ്ടും അടുത്ത ബോംബ് പൊട്ടിച്ചത്. എന്നാൽ PC ഇപ്പൊ പറഞ്ഞിരിക്കുന്നതിൽ PC ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സമുദായത്തെയോ മാത്രമായി അധിക്ഷേപിക്കുന്നില്ല എന്നുള്ള ഒരു സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതായത് അവർക്കിടയിൽ നടക്കുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. ഇത് നടത്തുന്നത് മുഴുവൻ അവരാണ് എന്ന രീതിയിലൊന്നും PC പറഞ്ഞിട്ടില്ല. അപ്പോ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇനി ആരെങ്കിലും കേസ് കൊടുക്കുവോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇതിപ്പോ കണ്ടതിന് ശേഷം മിക്കവാറും ആരെങ്കിലും കേസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. വേറെ ഏതെങ്കിലും ആരും ഏറ്റുപിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കും. സാധാരണ PC എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും പാർട്ടിക്കാര്, എതിർപക്ഷത്തുള്ളവര് എന്തായാലും ഇത്
വലിയ രീതിയിലൊരു വിഷയമാക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വകുപ്പില്ല എന്നുള്ള പോലീസിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കാം അധികം ഒന്നും ഇത് കുത്തിപ്പൊക്കുന്നില്ല എന്ന്. ഒരു പക്ഷേ അങ്ങനെ കരുതാനും സാധിക്കില്ല. പിന്നെ ഈ പി സിയോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളത്, പി സിയെ പലരും പറയുന്ന വാപോയ കോടാലി എന്നാണ്. അപ്പോൾ പി സിയുടെ അടുത്ത് മുട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനിടയിൽ ഈ ലവ് ജിഹാദ് പരാമർശമൊക്കെ തന്നെ പി സി ഉയർത്തുമ്പോൾ തിരിച്ച് പി സിയുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പി സിയും ലവ് ജിഹാദിന്റെ ആളല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഷോൺ ജോർജ് തന്നെ പറഞ്ഞായിരുന്നു, ഞാനും ലവ് ജിഹാദാണ്, എന്റെ ഭാര്യയെ മതം മാറ്റിയതാണ്. അതായത് ജഗദീഷ് ശ്രീകുമാറിന്റെ മകൾ പാർവതി ശ്രീകുമാർ അല്ലേ, പാർവതി അൽഫോൺസയാക്കി മാറ്റി. അത് പി സിയുടെ ആവശ്യമായിരുന്നു. അത് ഒരു അഭിമുഖത്തിൽ ജഗതി തന്നെ പറയുന്നുണ്ട്, പി സി ഇക്കാര്യം പറയുന്നുണ്ട്. അതായത് ഇരുവരും ലോ കോളേജിലാണ് പഠിച്ചത്, പ്രണയം ഉണ്ടായിരുന്നു, അതിനുശേഷം വീട്ടിൽ അവതരിപ്പിച്ചു. അപ്പോൾ ജഗതിയുടെ മകനുണ്ട് രാജ്കുമാർ, അങ്ങനെയാണ് പേരെന്നാണ് ഓർമ്മ. പുള്ളി ഒരു അഭിമുഖത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വാർത്ത ആദ്യം അച്ഛനോട് പറഞ്ഞപ്പോൾ അമ്മയാണ് ഏറ്റവും അധികം ഞെട്ടിപ്പോയത്. കാര്യം ഒരു ക്രൈസ്തവ കുടുംബത്തിലേക്ക് മകളെ പറഞ്ഞയക്കുന്നു, അതിലുള്ള ഷോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ജഗതിക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ലായിരുന്നു. നേരെ പി സിയുമായിട്ട് ജഗതിയും പി സിയും തമ്മിൽ സംസാരിച്ചപ്പം പി സി ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതായത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ മാമദൂസ മുക്കണം. അതിന് വ്യക്തമായിട്ടുള്ള കാരണം പക്ഷെ ആ അഭിമുഖത്തിൽ ഒരു ഭാഗമേ പറയുന്നുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അവരുടെ ആചാരപ്രകാരം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ ജീവിക്കേണ്ടത് ഷോൺ ജോർജിന്റെ കുടുംബത്തിലാണല്ലോ, അവരുടെ വീട്ടിലാണല്ലോ. അപ്പൊ നാളെ ഒരു സമയത്ത് ഇവർ മരണപ്പെട്ട് കഴിഞ്ഞാലോ കുട്ടികൾ ജനിക്കുന്ന സമയത്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടാവും. ക്രിസ്തീയ ആചാരം അനുസരിച്ച് അവരുടെ ഇതിലേക്ക് മാറിയാൽ മാത്രമേ കുടുംബ കല്ലറ കിട്ടുകയുള്ളൂ. അതുപോലെ കുട്ടികളുടെ മാമോദിസ മുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാകും. അതേക്കുറിച്ച് കൂടുതൽ വ്യക്തത എനിക്ക് അറിയത്തില്ല. ഈ പറഞ്ഞ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ജഗതി എന്നെ പറഞ്ഞു, തെമ്മാടിക്കുഴിയിൽ എന്റെ മകളെ അടക്കുന്നതിന് പകരം അവരുടെ ഒപ്പം തന്നെ അടക്കണം, അതിന് മറ്റു മാർഗങ്ങളില്ല, മാമോദിസ മുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴും പാർവതി എന്ന രീതിയിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പൂർണ്ണമായും അൽഫോൺസ എന്ന രീതിയിലല്ല. അവിടുത്തെ സഭാ നടപടികളുടെ അടിസ്ഥാനത്തിൽ അൽഫോൺസയായി മാറി എന്ന് മാത്രം. പക്ഷേ ജീവിക്കുന്നത് ഇപ്പോഴും ജഗദീഷ് ശ്രീകുമാറിന്റെ മകളായിട്ടും ഷോൺ ജോർജിന്റെ ഭാര്യയായിട്ടും ഒക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു വിവാദം ഈ ഇതിന് ഇടയിൽ തന്നെ നമ്മൾ ഉയർന്നു കേട്ടിരുന്നു. അതിപ്പോ പാർവതിക്ക് പോലും പ്രശ്നമില്ല. പാർവതി ഇതുമായി ബന്ധപ്പെട്ട് സിറിയയിലേക്കോ ഇറാഖിലേക്കോ ഒന്നും തന്നെ പോയിട്ടില്ല, ആടുമേക്കാൻ പോയിട്ടില്ല, നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള മറുപടിയാണ് പി സിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഇപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പൊ കാണാനിടയായ ഒരു സംഭവം ഉണ്ട്. അതായത് കാസ ഉണ്ടല്ലോ, കാസ ക്രൈസ്തവ സംഘടനകൾക്ക് വേണ്ടി ശക്തമായ വാദം ഉന്നയിക്കുന്ന കാസ ഒരു പോസ്റ്റ് ഇപ്പൊ പങ്കുവച്ചിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടിയുടെ പടം, ഞാനത് കാണിച്ചു തരാം. ഒരു പെൺകുട്ടിയുടെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ പെൺകുട്ടി ഇന്ന് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഇറാഖ്, സിറിയ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഇവിടങ്ങളിൽ എവിടെയാണ്? പെൺകുട്ടിയെ കാണാനില്ല. ഡൽഹിയിൽ നിന്നാണ് ക്രിസ്ത്യൻ പെൺകുട്ടിയായ, മലയാളി കൂടിയായിട്ടുള്ള ക്രിസ്ത്യൻ പെൺകുട്ടി സിയാനി ബെന്നി കാണാതായതെന്നാണ് പറയുന്നത്. 21 വയസ്സായിരുന്നു. വീട്ടിൽ എത്താതെ വന്നതോടെ പോലീസ് പരാതി കൊടുത്തു. 2019 സെപ്റ്റംബർ 18 ഇന്ന് ഇതുവരെയും കണ്ടുപിടിക്കാനായി സാധിച്ചിട്ടില്ല. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരു മുസ്ലിം യുവാവുമായി നാട് വിട്ടു എന്നാണ് പറയുന്നത്. വിവാഹം കഴിക്കാനാണ്, ഒരുമിച്ച് ജീവിക്കാനാണെങ്കിൽ എന്തിനാണ് നാട് വിടുന്നത്, ഇന്ത്യ വിടുന്നത്, അവശേഷിപ്പും ബാക്കി വെക്കാതെ പോകുന്നത്? ഈ ഒരു ചോദ്യമാണ് പി സി ഉയർത്തുന്നത്. ഇതിനെയാണ് ലവ് ജിഹാദ് എന്ന രീതിയിൽ പി സിയും ബി ജെ പിയും കാസയും ഒരുപോലെ തന്നെ പറയുന്ന ഒരു വിഷയം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അനവധി നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നിമിഷ ഫാത്തിമയൊക്കെ തന്നെ അറിയാവുന്നതാണ്. അതിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചർച്ചയായിട്ടുള്ളത് കേരളത്തിൽ നിന്ന് പോയ ഒരുപാട് പെൺകുട്ടികളെ കുറിച്ചുള്ളതാണ്. അതും ക്രൈസ്തവ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് പോയിട്ടുള്ള കുട്ടികളെ കുറിച്ച്. അപ്പൊ ഇതിലൊരു കാര്യക്ഷമമായ ഒരു നീക്കുപോക്ക് ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് വരുന്നത്. ഇനിയിപ്പോ സമൂഹത്തിന്റെ എതിർപ്പുകളെ ഒക്കെ തന്നെ ആണെങ്കിലും അവർക്ക് രാജ്യം വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ആരും വിവാഹം കഴിക്കുന്നില്ലേ? ഒരുപാട് മുസ്ലിം സഹോദരങ്ങളെ വിവാഹം കഴിക്കുന്നുണ്ട്, തിരിച്ച് സംഭവിക്കുന്നുണ്ട്. അപ്പോ അവരൊക്കെ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളവർ പ്രണയിച്ച് ഒളിച്ചോടി കഴിഞ്ഞാൽ അവരെ പിന്നെ ജന്മത്ത് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു വിഷയമാണ് പി സി ഉയർത്തുന്നത്. അത് സത്യം പറഞ്ഞാൽ സമൂഹത്തിന്റെ ഒരു വിപത്താണ്. അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോ പി സിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെളിവുണ്ട്, അങ്ങനെ ഒരു വിഷയത്തിൽ വ്യക്തമായ സൂചന ഉണ്ടെങ്കിൽ പി സി പോലീസിനെ സമീപിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. തെളിവടക്കം പോലീസിന് കൊടുക്കുക, അല്ലാതെ മാധ്യമങ്ങളിലൂടെയോ മറ്റ് ചർച്ചകളിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിലൂടെയോ ഒന്നും തന്നെ പറയാതെ ആദ്യം നിയമപരമായ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിൽ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. ഇപ്പൊ കോടതിയിൽ തന്നെ ഹേബിയസ് കോർപ്പസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി എവിടെയാണെന്നുള്ളത് മാതാപിതാക്കളുടെ ഒരു പരാതി മാത്രം മതി. പോലീസ് ഉടൻ തന്നെ അന്വേഷണം നടത്തും. അതൊക്കെ വളരെ വേഗത്തിൽ തന്നെ നടത്തുന്ന വിഷയമാണ്.
അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊന്നും തന്നെ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല. ഇനി സമൂഹത്തിനെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനായി പി സി ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഉണ്ടെങ്കിൽ അതിനെതിരെയും പരാതി കൊടുക്കാം. നേരത്തെ കൊടുത്തതാണല്ലോ, കോടതി തീരുമാനിക്കട്ടെ. കോടതി അതിലൊരു പി സിക്ക് പറയാനുള്ളതും കേൾക്കാമല്ലോ. പി സി നേരത്തെ തെറ്റുപറ്റി പോയെന്ന് പറയുന്നു, പക്ഷെ ഇതിൽ ഒരു തെറ്റുമില്ല, ശക്തമായി തന്നെ നിൽക്കുന്നു. ഇനി പിടിച്ച് എന്നെ ജയിലിൽ അടച്ചാലും തൂക്കിക്കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, സത്യം ഞാൻ വിളിച്ചു പറയുന്നതാണ് പറയുന്നത്. ഇരാറ്റുപേട്ടക്കാരനാണ്, ഞാൻ പി സിയുടെ വീട്ടിൽ പോവുകയുണ്ടായി. ചുറ്റുവട്ടത്തെ മുസ്ലിം സഹോദരങ്ങളാണ്, അവരുടെ മുന്നിൽ നിന്നാണ് ശക്തമായ ഈ വാക്കുകളുമായിട്ട് പി സി ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോ പി സി പറയുന്നതിൽ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ഒരു തോന്നല്, നിരന്തരമായി ഇങ്ങനെ ഒരു കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പി സി പറഞ്ഞിരുന്നു, ഇന്നലെയും ഒരു കുട്ടിയെ ഇതുപോലെ പോയി, ഇന്നടത്തു നിന്നാണ് പോയത്, കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, തൊട്ടടുത്ത ദിവസം ഷോണ് വന്നപ്പോൾ പറഞ്ഞു, ഷോണും പറഞ്ഞു ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പോലീസിനോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്കോ അറിയുന്നതിന് മുൻപ് പ്രാദേശികമായി പൊതുപ്രവർത്തകർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വിവരം കിട്ടുന്നത്. അതായത് മാതാപിതാക്കളുടെ ആയിരുന്നാലും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി, അങ്ങനെ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്തുള്ള വാർഡും പറയും, അവിടെ അടുത്ത് പരിചയമുള്ള രാഷ്ട്രീയക്കാരനെ ഒക്കെ വിളിക്കും, നമ്മളൊരു മധ്യസ്ഥതയ്ക്ക് വേണ്ടി വിളിക്കും, അല്ലെങ്കിൽ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. എന്തിനു പറയുന്നത്, പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോലും പാർട്ടിക്കാരെ വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാർട്ടിക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റു തലത്തിലേക്ക് ചിന്തിക്കേണ്ട, അവർക്ക് എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുന്ന ഈ പറയുന്ന വാർഡ് മെമ്പറോ കൗൺസിലറോ ആയിക്കോട്ടെ. അപ്പൊ അവരാണ് കൂടുതൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നവർ. അപ്പൊ അവർക്ക് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പൊ അവർ പറയുന്നതിൽ കുറച്ചെങ്കിലും യാഥാർത്ഥ്യം കാണുമെന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലൂടെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ പി സി ധൈര്യമായി പരാതി കൊടുക്കണമെന്നും തെളിവ് സമർപ്പിക്കണമെന്നുമാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം പി സി ഒരു ഭീതി പടർത്തുകയാണ് ചെയ്യുന്നത്, ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കുകയാണ് ചെയ്യുന്നത്.